നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്ന് ഫലം വന്നപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ് BJP. ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ 5 കൊല്ലത്തിനകം BJPക്ക് രാജ്യസഭയിൽ വലിയ ഇടിവ് സംഭവിക്കുകയും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നുമല്ലാതെ അവശേഷിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകുമെന്ന് BJP കോർ കമ്മിറ്റിയിൽ തന്നെ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ഒരു ചർച്ചയാണ്. അമിത്ഷായും നരേന്ദ്രമോദിയുമാണ് BJPയുടെ ശക്തി തുറകങ്ങളെങ്കിൽ അത് സംഭവ്യമാകും. ഒരാൾ മറ്റൊരാൾക്ക് അനുയോജ്യനായിരിക്കാം, ഒരുപക്ഷെ അവർ രണ്ടുപേരും കോംപ്ലിമെൻ്റ് ആയിരിക്കാം. അത് BJPയുടെ വിഷയമല്ല. BJPയെ സംബന്ധിച്ചിടത്തോളം ലളിതവും സൗമ്യവുമായ മുഖം വളരെ പ്രസക്തമാണ്. ഒന്നാമത്തെ കാര്യം, പ്രതിപക്ഷം വളരെ ശക്തമാണ്. ഏത് നിമിഷം വേണമെങ്കിലും അവിശ്വാസ പ്രമേയത്തെ നേരിടേണ്ടി വരുന്ന രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ ഉണ്ട് താനും. അമിത്ഷായുടെ കണ്ണുരുട്ടലൊന്നും ഇനി വില പോകില്ല. അമിത്ഷായുടെ ബോഡി ലാംഗ്വേജ് തന്നെ കോൺഗ്രസിന് ഇഷ്ടമല്ല എന്നുള്ളത് മാത്രമല്ല, പ്രതിപക്ഷം അതിനെ നഖശികാന്തം എതിർക്കുന്നുമുണ്ട്. പല ചർച്ചകൾക്കും അനുനയത്തിന് രാജ്നാഥ് സിംഗിനെയാണ് മുന്നോട്ട് ക്ഷണിക്കുന്നത്. കോൺഗ്രസിന് രാജ്നാഥ് സിംഗിനോട് ബഹുമാനം തന്നെയാണ്. കാരണം അദ്ദേഹം ഇത്രയും കൊല്ലമായി മന്ത്രിയായിരുന്നിട്ടും വലിയ രീതിയിലുള്ള അഹങ്കാര രാഷ്ട്രീയം കാണിച്ചിട്ടില്ല. എന്നാൽ അമിത്ഷാ അങ്ങനെയല്ല. തനിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെ തീറെഴുതി കൊടുത്തിരിക്കുന്നു എന്ന രീതിയിലൊക്കെയാണ് ഈ വ്യക്തി സംസാരിക്കുന്നത്. രാഹുൽ ഗാന്ധി ആരാണ് എന്ന് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ച നരേന്ദ്രമോദിക്ക് അതേ രാഹുൽ ഗാന്ധിയെ ലോക്സഭാ സ്പീക്കറെ കൊണ്ടിരുത്തേണ്ട ചടങ്ങിൽ കൂടെ നിർത്തുന്ന രാഷ്ട്രീയ സാഹചര്യം മോദിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നുവെങ്കിൽ വളരെ താമസിക്കാതെ തന്നെ ആ മനുഷ്യന് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്താനും കഴിയും എന്നുള്ളത് വ്യക്തമാക്കി കൊടുക്കലായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ദൗത്യം. മമതാ ബാനർജി കൃത്യമായി പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയെ പഴയ രീതിയിൽ പഴയ ത്രാസിൽ തൂക്കിയാൽ ഇനി നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് ഇന്ത്യ മുന്നണി കൂട്ടം കൂട്ടമായി കാണിച്ചു കൊടുക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ മുന്നണി എന്നത് കോൺഗ്രസിൻ്റെ മാത്രം മുന്നണിയല്ല എന്ന് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ ഉരുവിട്ട് പറയുമ്പോൾ കിട്ടുന്ന ഹർഷാരവം എത്രത്തോളമാണ് എന്നതിൽ BJP മനസ്സിലാക്കുന്നു. BJPയുടെ ഒറ്റയാൾ രാഷ്ട്രീയം അവസാനിച്ചിരിക്കുന്നു. NDA കൂട്ടമായി എടുക്കുന്ന തീരുമാനത്തിൽ നിന്ന് അണുവിട വ്യതിചലിച്ചാൽ TDPയും ഐക്യജനതാദളും കൊടുക്കുന്നത് മധുര പ്രതികാരം തന്നെയായിരിക്കും. ചന്ദ്രബാബു നായിഡുവിനെ ഒരു ഘട്ടത്തിൽ BJP ടാർഗറ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെയാണ് നിതീഷ് കുമാറിനെയും. ഇവർ രണ്ടുപേരും വിചാരിച്ചാൽ കൃത്യമായും ഭരണത്തെ തള്ളിയിടാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ ഉണ്ട് താനും. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി നിർണായകമായ പല പ്രഖ്യാപനങ്ങളും നടത്തുമ്പോൾ നരേന്ദ്രമോദിക്ക് ഒന്ന് വിരലനക്കാൻ പോലും കഴിയാത്തത്. അമിത്ഷായുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ തകർത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അധിക നാൾ അമിത്ഷായ്ക്ക് ആഭ്യന്തരമന്ത്രി പദവിയിൽ ഇരുന്നു കൊണ്ട് യഥേഷ്ടം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയില്ല. ജമ്മു കാശ്മീർ വിഷയത്തിൽ വീണ്ടും ഒരു പുനഃപരിശോധനയിലേക്ക് BJP നിർബന്ധിതരാകുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല.